ഇന്ത്യൻ കോഫി ഹൗസിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെയും അതുപോലെ തന്നെ സോസിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതാ ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി ഒന്ന് നല്ല പോലെ തന്നെ വാടി വരണം. ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു പാകത്തിനായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഏകദേശം 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് ഞാനിവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീട്രൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടിക്കോളും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വരണം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടിക്കോളും. ഞാനിതുപോലെ അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഒരു ബീട്രൂട്ടൊന്നും ക്യാരറ്റൊന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും വെള്ളപ്പറ്റൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉടഞ്ഞ രീതിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ല പോലെ തന്നെ വെള്ളത്തിൻ്റെ പറ്റുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഉപ്പും എരിവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എരിവിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ മസാല ഉണ്ടാകേണ്ടത്. ഒട്ടും വെള്ളപ്പറ്റില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി വളരെ ചെറുതാണെങ്കിൽ 6 7 എണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാനാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളമാണ് ബാക്കിയായിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സറിൻ്റെ ജാറ് ഒന്ന് കഴുകിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ രുചി നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളിയുടെ പുളി കുറവായതുകൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറുകിയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് സോസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മളുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ബീട്രൂട്ടിൻ്റെ കൂട്ട് നല്ലപോലെ തന്നെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഒട്ടും പറ്റുന്നൊന്നുമില്ല. എങ്കിൽ കൂടി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രെഡ് ക്രംസ് ചേർത്തിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കൂട്ട് കുറച്ച് ലൂസായി കിടക്കുന്നുണ്ടെങ്കിൽ 4 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് കൂട്ടൊന്ന് കുഴച്ച് വന്നതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയ ഒരു ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 3/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ മൈദയുടെ കൂട്ടുണ്ടാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടോ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് സാധാരണ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാക്കി എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്കിതുപോലെ ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് മൈദയുടെ കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എക്സസ് ആയിട്ടുള്ള കൂട്ട് നല്ലപോലെ തന്നെ കൊട്ടി മാറ്റി കളയുക. ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നല്ല തയ്യാറാക്കിയെടുക്കേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മുരിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വെന്ത് വന്നതാണ്. പുറമേത്തെ കവറിങ് നല്ലപോലെ ക്രിസ്പിയായി കിട്ടുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ എണ്ണ കുടിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു സോസും കൊണ്ടാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റ് ഇത്രയും ഫേമസ് ആയത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.